أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يقول الله تعالى في محكم تنزيله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവനെ തഖ്വ ചെയ്ത് ജീവിക്കുവാൻ ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരോട് വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ ഉമൂറുകളും അനുസരിക്കുന്ന സാലിഹായ അടിയാറുകളായി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആശയമാണ് ലാ യതമന്ന അഹദുക്കും, നിങ്ങൾ ഒരാളും ആഗ്രഹിക്കരുത് അൽ മൗത്ത്, മരണത്തെ ആഗ്രഹിക്കരുത്. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, ഇത് ഹദീസാണ്. എന്നാൽ മരിക്കുന്ന സമയത്ത് നല്ല മരണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്, മരണം നന്നാക്കി തീർക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ മുഅ്മിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഇത് ഖുർആനിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കൾക്ക് നൽകിയ ഉപദേശം, എല്ലാ നബിമാരും അവരുടെ മക്കൾക്ക് നൽകിയ ഉപദേശം, ഇതിന്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോട് കൂടി മരിക്കണം. പക്ഷെ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. വലാ യതമന്ന, നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്. അഹദുക്കും, നിങ്ങൾ ഒരാളും ആഗ്രഹിക്കരുത് അൽ മൗത, മരണത്തെ ആഗ്രഹിക്കരുത്. വലാ യദ്ഉ ബിഹി ഖബ്ല അൻ യഅതിയ, ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് അതിനു വേണ്ടി പ്രാർത്ഥിക്കരുത്. അല്ലാഹു ഒന്ന് മരിപ്പിച്ചു തന്നിരുന്നെങ്കിൽ, ഈ വേദനയേക്കാൾ മരിക്കുന്നതായിരുന്നു എത്രയോ നല്ലത്. അല്ലാഹ് എന്നെ വിളിക്കാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാനും പാടില്ല, ദുആ ചെയ്യാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അല്ലെങ്കിൽ മരണത്തിന് ദുആ ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, മരണമെന്ന ആ ഒരു സംഭവം നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. മരണത്തിന് ശേഷം ഒരു ജുമുഅ കൂടാൻ സാധിക്കുന്നതല്ല. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, മരണത്തിന് ശേഷം ഒരു രൂപ ചെലവഴിക്കാൻ സാധിക്കുന്നതല്ല.
സഹോദരന്മാർ, ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു. പക്ഷെ മരണത്തിന് ശേഷം കുടുംബ ബന്ധം ചേർക്കാൻ സാധിക്കുന്നതല്ല. എന്തിനേറെ മരണത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം വരെ സാധിക്കുന്നതല്ല. മരണത്തിന് ശേഷം ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ വരെ സാധിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നിങ്ങളോട് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മരണത്തെ ആഗ്രഹിക്കരുത്. ശേഷം പറഞ്ഞു, അമൽ മുറിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഒരാളുടെ അമലൊക്കെ മരിക്കുന്നതോട് കൂടി മുറിയുകയാണ്. മുറിഞ്ഞു പോയാൽ പിന്നെ എന്താണ് പ്രശ്നം വരുന്നത്? ലാ യസീദുൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾക്ക് അധികരിപ്പിക്കുകയില്ല, ഉംറുഹു, അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാവുക എന്നുള്ളത്, ഇല്ലാ ഖൈറ, നന്മയല്ലാതെ. ഒരു മുഅ്മിൻ ധാരാളം വർഷം ജീവിച്ചു, 50 വർഷം, 60 വർഷം, 70 വർഷം. അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം അവന്റെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് ഖൈറാത്തുകളാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യം, ദീനുമായി ബന്ധപ്പെട്ട കാര്യം, ഈമാൻ ആട്ടിയുറപ്പിക്കുന്ന വിഷയത്തിലുള്ള പരിശ്രമം, സഹോദരന്മാരെ സഹാബാക്കളുടെ സീറത്തുകൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തുക, നല്ല കുടുംബ ബന്ധം, നല്ല വ്യക്തി ജീവിതം, നല്ല കച്ചവടം, അമൽ സാലിഹ, ധാരാളം നമസ്കാരങ്ങൾ, തഹജ്ജുദ് നമസ്കാരങ്ങൾ, ഖുർആന്റെ തിലാവത്ത്, സുന്നത്തായ ജീവിതം, 100% അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിക്കൽ. ഇതാണ് മുഅ്മിനിന്റെ ജീവിതം. ആ മുഅ്മിൻ പൊടുന്നനെ, ആ മുഅ്മിൻ ഉദാഹരണത്തിന് 60 വർഷം ജീവിക്കുന്ന ഒരാൾ 50 വർഷം ജീവിക്കുന്ന ഒരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ 10 വർഷത്തെ അയാളുടെ നന്മയായ ജീവിതമാണ് മുറിഞ്ഞു പോകുന്നത്. 10 വർഷത്തെ അയാളുടെ നന്മയായ ജീവിതമാണ് മുറിഞ്ഞു പോകുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യതമന്നാ അഹദുകും അൽ മൗത്ത്, നിങ്ങൾ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. കാരണം നമ്മൾ മുഅ്മിനീങ്ങളാണ്, അമൽ സാലിഹാത്ത് ചെയ്യുന്നവരാണ്, അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആകെ ചുരുക്കം അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവുമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പദവികൾ ഏറണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദറജയിലെത്തണമെങ്കിൽ ആയുസ് ദീർഘിക്കുന്നതിനോടൊപ്പം അമലുകൾ സാലിഹായി തീരണം. അതിനുള്ള പ്രയത്നത്തിലാണ്. അതുകൊണ്ട് മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യദഉ ബിഹി ഖബ്ല അൻ യഅതിയ, മരണത്തിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യരുത്. ഖുർആനിൽ ഒരു സൂറത്ത് കാണാം, ചെറിയൊരു സൂറത്ത്. ഖുർആനിന്റെ ചെറിയ സൂക്തങ്ങൾ നോക്കിയാൽ അതിൽ 3 ആയത്തുകളുള്ള 3 സൂറത്തുകളിൽ ഒന്നാണ് സൂറ അൽ അസ്ർ. നമുക്ക് എല്ലാവർക്കും കാണാതെ മനപ്പാടമാക്കിയവരാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട് വൽ ഉമർ, മനുഷ്യന്റെ ജീവനായുസ്, അവന്റെ ആയുസ്, അവൻ ജീവിച്ചിരിക്കുന്ന ആ കാലമുണ്ടല്ലോ, ആ കാലദൈർഘ്യമുണ്ടല്ലോ, അതാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും ഈ മനുഷ്യൻ ജീവിക്കുന്ന ജീവിതം അങ്ങേ അറ്റം നഷ്ടത്തിലും പരാജയത്തിലുമാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ആയുസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഈ ആയുഷ്കാലത്ത് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അങ്ങേയറ്റം പരാജയത്തിലാണ്. ശേഷമുള്ള ആയത്ത് വ്യക്തമാക്കുന്നുണ്ട് ആരാണ് പരാജി, അല്ലെങ്കിൽ പരാജയത്തിൽ നിന്നും മുക്തമായവർ ആരാണ്. ഈ പരാജയത്തിൽ നിന്നും മുക്തമായി വിജയിച്ച ആൾക്കാർ ആരാണ്? ഇല്ലല്ലദീന, ഒരു കൂട്ടം ആൾക്കാരൊഴികെ, ആമനു, അവർ വിശ്വസിച്ചു, അല്ലാഹുവിൽ വിശ്വസിച്ചു. അവസ്ഥകൾ മാറി മറിയുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ, സാമ്പത്തികമായി വിശാലത ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായി നരുക്കമുണ്ടാകുമ്പോൾ, കുടുംബ പ്രശ്നമുണ്ടാകുമ്പോൾ, കുടുംബത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ, വീടുകളിൽ ആഘോഷങ്ങൾ സംഭവിക്കുമ്പോൾ, എല്ലാ സമയത്തും ഖുൽ കുല്ലും മിൻ ഇൻദില്ലാ, നബിയെ അവരോട് പറയുക, എല്ലാം അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. എല്ലാം. ഒന്ന് ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ, കണ്ണടക്കുന്നുണ്ടെങ്കിൽ, സോദരന്മാരെ ചിന്തകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. ആമനു, വിശ്വസിച്ച ഒരു കൂട്ടം ആൾക്കാർക്ക് വരികയും, അവർ നഷ്ടത്തിലല്ല. വഅമിലുസ് സാലിഹാത്ത്, ശേഷം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. ഈമാൻ വേണം. ഞാൻ വലിയ ഈമാനാണ്, മുഅ്മിനാണ്, പക്ഷെ സുബഹിക്ക് പള്ളിക്ക് പോവില്ല, ളുഹർ അസ്ർ മഗ്രിബ് ഒക്കെ ഓക്കെ. സഹോദരന്മാരെ, അമൽ സാലിഹാത്ത്, ഈമാനാകുന്ന ആ ഒരു വേര് അത് അടിയുറച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും കാണപ്പെടാവുന്ന വൃക്ഷം അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ എന്നുള്ളത് അമൽ സാലിഹാത്താണ്. നല്ല സ്വഭാവം, ആൾക്കാരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം, അള്ളാഹുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക, വ്യക്തികളുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക, കുടുംബവുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക, ഇടപാടുകൾ ഏറ്റവും നന്നാക്കി തീർക്കുക. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്തു. ഏതിന്റെ കൂട്ടത്തിൽ? ആമനു, അല്ലാഹുവിനെ വിശ്വസിക്കുന്നതിനോട് കൂടി.
വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നന്മ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. നന്മ കൊണ്ട് എവിടെ കാണുന്നെങ്കിലും വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. രണ്ടാമതായി പറഞ്ഞു ക്ഷമ കൊണ്ട് പരസ്പരം കൽപ്പിക്കുകയും നന്മ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ആണയിടാൻ, അതായത് സത്യമിടാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗിച്ചിട്ടുള്ളത് വൽ അസ്ർ, അതായത് വൽ ഉമർ, മനുഷ്യന്റെ ജീവിതായുസാണ്, മനുഷ്യന്റെ ആയുസാണ്. അതുകൊണ്ട് ആയുസ് ദീർഘിപ്പിച്ച് ലഭിക്കുക, അല്ലെങ്കിൽ ആയുസിൽ വർധനവുണ്ടാകുക എന്നുള്ളത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ ആ ആയുസ് ദീർഘിക്കുക എന്നുള്ളത് അവന്റെ ഖൈറാത്തുകൾ വർധനവല്ലാതെ മറ്റൊന്നും സംഭവിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചു, അയ്യുന്നാസ് അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും അയ്യുന്നാസ് ഖൈർ, ഏറ്റവും ഖൈർ ലഭിച്ച ആളാരാണ്? ഏറ്റവും ഖൈറായ മനുഷ്യൻ, ഒരാളെ കുറിച്ച് അവൻ നല്ലവനാണ്, അവൻ ഭാഗ്യം ലഭിച്ചു, അല്ലെങ്കിൽ അവന് വലിയ ഭാഗ്യം കിട്ടിയവനാണ് എന്ന് പറയണമെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലു, ജീവിതത്തിന് ഒരുപാട് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടി, മാത്രമല്ല തോന്നിവാസിയല്ല, അവൻ സ്വന്തം അല്ലാഹു ഏതെന്നാണോ കൽപ്പിച്ചത്, വഹസുന അമലുഹു, ആ രീതിയിൽ അവന്റെ അമലുകൾ അമൽ സാലിഹാത്താക്കി, നല്ല അമലുകളാക്കി അവൻ പരിശ്രമിച്ച് അതിന്റെ പിന്നാലെ പോയി അമലുകൾ നന്നാക്കി തീർത്തു, അങ്ങനെയുള്ള ഒരുവനാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്യുക, അല്ലെങ്കിൽ നന്മകൾ ചെയ്യുന്നതിനോടൊപ്പം ദീർഘായുസ് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ ഒരു ഹദീസിൽ നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. വേറെ ഹദീസിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഏറ്റവും നല്ല വ്യക്തി തൂലുൽ ഉംറിനോടൊപ്പം, അതായത് ദീർഘായുസിനോടൊപ്പം നല്ല അമൽ സാലിഹാത്ത് ചെയ്യുന്നെങ്കിൽ ഏറ്റവും മോശമായ വ്യക്തി, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, മൻ ത്വാല അമലുഹു മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. ഒരുപാട് ആയുസ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തു, ഒരുപാട് ആയുസ് കൊടുത്തു, നല്ല ആഫിയത്തോടു കൂടിയുള്ള ആയുസ് കൊടുത്തു. പക്ഷേ വസാഅ അമലുഹു, പ്രശ്നം വന്നത് അവന്റെ അമലൊക്കെ മോശമായി പോയി, അമലൊക്കെ മോശമായി പോയി. അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രീതിയിലായിരുന്നില്ല, സഹാബാക്കളെ പിൻപറ്റിയുള്ള ജീവിതമായിരുന്നില്ല. വസാഅ അമലുഹു, അവന്റെ അമൽ മോശമായി പോയി, അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൻ പ്രവർത്തിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അവനാണ് ഏറ്റവും മോശമായ വ്യക്തി എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ലാ യതമന്നാ അഹദുകുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. ഈ ഉമർ എന്നുള്ള ഈ കാര്യത്തിന് യഥാർത്ഥമായ ഉമർ എന്ന് വെച്ചാൽ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്ന കാര്യം. ഒരു മനുഷ്യൻ ഏകദേശം 65 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ആയുസിന് ആ 65 വയസ്സിനാണ് പറയുന്നത് ഉമർ എന്നുള്ളത്. 65 വയസ്സ് കാലത്തെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ പേരാണ് ഉമർ. ഒരു മനുഷ്യന്റെ ആയുസ് 65 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ആയുസ് എന്നുള്ളത് 65 വയസ്സ് എന്നുള്ളതിനാണ് ഉമർ എന്ന് പറയുന്നത്, ആയുസ് എന്ന് പറയുന്നത്. ആ ആയുസ് അമറ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത്. അമറ എന്ന് വെച്ചാൽ ക്രിയാത്മകമായ ഒരു വസ്തുവിനെ ഉണ്ടാക്കുക, ക്രിയാത്മകമായി ഒരു വസ്തുവിനെ ഉണ്ടാക്കുകയും അതിനെ സജീവമാക്കുകയും ചെയ്യുക. കാരണം അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങൾ നിർമ്മിക്കുകയും പിന്നെ അതിനെ വിട്ടേക്കുകയും ചെയ്യുന്നവരല്ല, അതിനെ സജീവമാക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ട് ജീവിതം എന്നുള്ളത് സഹോദരന്മാരെ ക്രിയാത്മകമായും സജീവമായിരിക്കണം. അത് എപ്രകാരം സജീവമായിരിക്കണം? നല്ല ഒരു അമൽ ചെയ്തു ശേഷം ദുനിയാവിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം വീണ്ടും ഒരു അമൽ. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നീ ജോലി കഴിഞ്ഞാൽ നീ വീണ്ടും സജീവമാകണം, അള്ളാഹുവിലേക്ക് മടങ്ങണം. അതായത് ദുനിയാവിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മനുഷ്യന് വേണ്ടി അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പല അമലുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏത് സമയത്തും അവന്റെ ജീവിതം സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള തസ്ബീഹാത്തുകൾ, ജീവിതം സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള അദ്കാറുകൾ, ജീവിതം സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള പൊതുമേഖലകളിലുള്ള ഖിദ്മത്തുകൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വ്യക്തമായ പ്രതിഫലം ഇതിനൊക്കെ എല്ലാ മേഖലകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി കാണാം. ഖിദ്മത്ത് ചെയ്താൽ, ഇന്ന അമൽ ചെയ്താൽ, ദിക്ർ ചെയ്താൽ, ഖുർആന്റെ തിലാവത്ത് ചെയ്താൽ, അതുകൊണ്ട് മനുഷ്യന് ഒഴിവ് സമയം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് സമയം എന്നുള്ള ഒരു വസ്തുവില്ല, ഒഴിവ് സമയം എന്നുള്ള ഒരു വസ്തുവില്ല.
നാളെ സ്വർഗത്തിൽ ഒരു മനുഷ്യനെത്തി ഉയർന്ന ദറജയിലാണ്. അവനേക്കാൾ അത്രയും പരിശ്രമിച്ച നാട്ടിൽ ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഉയർന്ന ദറജയിലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനും സ്വർഗത്തിൽ ചെന്നതിന് ശേഷം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയതിനു ശേഷം ഖേദിക്കുന്ന, വിഷമിക്കുന്ന, അല്ലെങ്കിലും അവനും പ്രയാസം അനുഭവപ്പെടേണ്ടി വരുന്ന ഒരേ ഒരു വിഷയം, അവന്റെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ണടക്കുന്ന അത്രയും സമയമെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ പാഴാക്കിപ്പോയ ഒരു സമയമുണ്ടെങ്കിൽ ആ വിഷയത്തിലായിരിക്കും ആ മുഅ്മിനായ മനുഷ്യൻ, ആ സ്വർഗാവകാശിയായ മനുഷ്യൻ ദുഃഖിക്കുന്നത് എന്ന ഹദീസിന്റെ ആശയങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സജീവമാകണം. ഉംറനെ ഉംറയായി ഉപയോഗിക്കണം. ഉംറനെ കാലി പാഴായി ഉപയോഗിക്കാൻ പാടില്ല. ഒരു ലക്ഷ്യവുമില്ലാതെ അലക്ഷ്യമായി കാണാൻ സാധിക്കില്ല സഹോദരന്മാരെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞത്, ഒരാൾക്ക് ഉംറ ധാരാളമായി കിട്ടി, അവന്റെ നന്മയും അവന് കൂട്ടത്തിൽ നന്മ ചെയ്യാനും സാധിച്ചു. അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് നിനക്ക് പറയാൻ പറ്റും, അവൻ ഭാഗ്യം സിദ്ധിച്ചവനാണ്, അവൻ നന്മ ചെയ്തവനാണ്, അവൻ പുണ്യാളനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് വരികയാണ്. അനസ് റളിയല്ലാഹുവിന്റെ മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്റെ മകന് വേണ്ടി ദുആ ചെയ്യണം, മകന് വേണ്ടി ദുആ ചെയ്യണം. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു? ഏറ്റവും കൂടുതൽ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ച ഏറ്റവും വലിയൊരു സഹാബി വരയിൽപ്പെട്ട ഒരു സഹാബിയാണ്. ചെറുപ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്തിർ മാലഹു വ വലദഹു, അല്ലാഹുവേ ഈ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിൽ നീ വർദ്ധനവ് ചെയ്യണമേ, സന്താനങ്ങൾ നീ വർദ്ധനവ് ചെയ്യണമേ, നീ ബറക്കത്ത് ചെയ്യണമേ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅത്തിൽ ഉംറഹു, അദ്ദേഹത്തിന്റെ ആയുസ് നീ ദീർഘിപ്പിച്ചു കൊടുക്കണമേ. വഅത്തിൽ ഉംറഹു, അദ്ദേഹത്തിന്റെ ആയുസ് നീ ദീർഘിപ്പിച്ചു കൊടുക്കണമേ. വഗ്ഫിർ ലഹു ദംബഹു, അദ്ദേഹത്തിന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. എത്രയോ വർഷം, 100 ചില്ലുവാനം വർഷം എന്ന് പറയുന്നുണ്ട്, 90 ചില്ലുവാനം വർഷം എന്ന് പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. അതുകൊണ്ട് തൂലുൽ ഉംറ എന്ന് വെച്ചാൽ സഹോദരന്മാരെ, മുഅ്മിനിന്റെ കടമ എന്ന് വെച്ചാൽ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യലല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരിച്ചാൽ അവന്റെ അമലുകളൊക്കെ കിതാബുകളും ഏടുകളൊക്കെ ബന്ധായി പോകും, അത് ക്ലോസ് ആയി പോകും, അത് അടഞ്ഞു പോകും, പിന്നീട് ഒരു അമൽ അതിലേക്ക് ചേർക്കാൻ പറ്റുന്നതല്ല. നമ്മൾ പരിശ്രമിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹുവിന്റെ മുമ്പിൽ താണുകയാണ് അപേക്ഷിക്കേണ്ടതും നന്മ അധികരിച്ച് ചെയ്യുന്നതിനോടൊപ്പം സിഹ്ഹത്തിലായ ആഫിയത്തിലായ ദീർഘായുസ് ോടൊപ്പം താഴത്തിലായ ദീർഘായുസാണ്, അതായത് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടുള്ള ദീർഘായുസാണ്. സോദരന്മാർ, അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ, ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, ശേഷം നിങ്ങളുടെയും സൃഷ്ടിപ്പ് അല്ലാഹു പൂർത്തിയാക്കി. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. വസ്തഅമറകും ഫീഹാ, അതിൽ കൈകാര്യകർത്തം ചെയ്യാനുള്ള കൈകാര്യകർത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകി. അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനത്തിലുള്ള ഭൂമിയാക്കി. നിങ്ങൾക്ക് വേണ്ടിയുള്ള വീടുകൾ പണിയാം, നിങ്ങൾക്ക് വേണ്ടിയുള്ള മസ്ജിദുകൾ പണിയാം, നിങ്ങൾക്ക് അതിനെ സജീവമാക്കാം, നിങ്ങൾക്ക് വേണ്ടിയുള്ള നന്മ ചെയ്യാനുള്ള ഏർപ്പാടുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏർപ്പാടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയാക്കി. ഭൂമിയിൽ ഏതൊക്കെ മേഖലകൾ നോക്കിയാലും മനുഷ്യന്റെ കൈകടത്തലുകൾ അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്രദമാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലകളൊക്കെ ഉപയോഗിച്ച് അള്ളാഹുവിനെ അനുസരിച്ചുള്ള ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരെ ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ കാര്യം. അതേപോലെ തന്നെ ആയുസ്സിനോടൊപ്പം മനുഷ്യന് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ആഫിയത്ത് എന്നുള്ളത്, ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യമില്ലാത്ത ആയുസ് വലിയ ഭാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായി ദുആ ചെയ്തിരുന്ന കാര്യമാണ്, ومتعنا اللهم بأسماعنا وأبصارنا وقواتنا أبدا ما أحييتنا. അല്ലാഹുവേ, എന്റെ കേൾവി ശക്തി അതിന്റെ പൂർണ്ണാവസ്ഥയിലും അതിന്റെ ഏറ്റവും ശക്തിയോടും കൂടി നീ നിലനിർത്തണമേ. വഅബ്സാരിന, എന്റെ കാഴ്ച ശക്തി നീ നിലനിർത്തണമേ. വഖുവാതിന, എന്റെ എല്ലാ അവയവങ്ങളുടെയും ശക്തികൾ നീ നിലനിർത്തണമേ. ഏതുവരെ നിലനിർത്തണം? അബദം മാ അഹ്യൈതന, അതിനൊക്കെ ജീവനുള്ള കാലത്തിടത്തോളം നീ അതിനൊക്കെ നിലനിർത്തണം. എത്ര വലിയ അർത്ഥമുള്ള ദുആയാണ്. ആയുസ്സുള്ള കാലത്തോളം കൈക്ക് ആയുസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ വലിയ അർത്ഥമുള്ള ദുആയാണ്. നമുക്ക് കാണാൻ പറ്റും, ഒരു കൈ തളർന്ന് അതിനെ അനക്കാൻ പറ്റുന്നില്ല.
മനുഷ്യന് ജീവനുണ്ട്, പക്ഷെ പല അവയവങ്ങളും ചലിക്കുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാര്, സാധാരണ കുടുംബക്കാർ പോലും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, അസ്തഈദുക അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ അൻ ഉറദ്ദ ഇലാ അർദിൽ ഉമർ, പ്രായാധിക്യത്താൽ മടങ്ങിച്ചെല്ലുന്ന, അതായത് ചെറുപ്പത്തിൽ നമ്മുടെ ഒരു വയസ്സുണ്ടായിരുന്നു, ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ, ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകണമെങ്കിൽ, ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തിന് നമ്മൾ ആവശ്യക്കാരായി തീരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ് എന്ന് ആരംഭപ്പൂ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. സഹോദരന്മാരെ, എത്ര അർത്ഥമുള്ള ദുആയാണിത്. എത്ര ആൾക്കാർക്കാണ് ഒരാൾ കൈ തളർന്ന് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്ന് ശേഷിക്കുമ്പോൾ വീട്ടിലെ ആൾക്കാർക്ക് ഭാരമാണ്. അത് ഖിദ്മത്ത് ചെയ്തതിനുള്ള, അവർക്ക് വേണ്ടി സഹോദരന്മാർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവർക്ക് സേവനം ചെയ്തതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാത്ത പ്രതിഫലം നൽകും. പക്ഷേ അമലിൽ നിന്നും പലപ്പോഴും ആ മനുഷ്യന് തടസ്സമാകുന്നത് ഇങ്ങനെയുള്ള പല കുറവുകളും പല ന്യൂനതകളുമായിരിക്കും. അതുകൊണ്ട് ഈ ദുആകൾ ജീവിതത്തിൽ പതിവാക്കണം. തൂലുൽ ഉമർ കിട്ടുന്നതിനോടൊപ്പം അമൽ സ്വാലിഹാത്ത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പതിവാക്കേണ്ട ദുആയാണ്, വമത്തഅനല്ലാഹുമ്മ ബിഅബ്സാരിനാ വഅസ്മാഇനാ വഖുവ്വാതിനാ അബദൻ മാ അഹ്യൈതനാ, ഞാൻ ജീവിക്കുന്ന കാലത്തോളം ഇതിനൊക്കെ നീ ജീവൻ നൽകണമേ, ഇതിനൊക്കെ നീ ശക്തി നൽകണമേ. പ്രായം കൂടുമ്പോൾ ചില ആൾക്കാരുടെ കണ്ണിന്റെ കാഴ്ചകൾ കുറഞ്ഞു വരും, ചില ആൾക്കാരുടെ കൈയിന്റെ ആ പഴയ ശക്തിയൊക്കെ നഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് നടക്കാൻ പറ്റാതെയാകും. അള്ളാഹു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കാക്കുമാറാകട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദിൽ ഉമർ, പ്രായത്തിന്റെ വാർദ്ധക്യം ചെന്ന് അർദിൽ ഉമറിലേക്ക് എത്തുന്നത്, അതായത് പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. സഹോദരന്മാരെ, ആ കാര്യം കൂടി അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിക്കേണ്ടതുണ്ട്. തൂലുൽ ഉമർ അള്ളാഹുവിനോട് ചോദിക്കണം, അമൽ സ്വാലിഹാത്ത് ചെയ്യുന്നതിനുള്ള ഭാഗ്യം അള്ളാഹുവിനോട് ചോദിക്കണം, ശേഷം ആഫിയത്തും അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലു ഹാദാ അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يقول الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഭയപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ദീർഘായുസ്സിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനമായ കാര്യമാണ് ആഫിയത്ത് ഉണ്ടാവുക, അതായത് ആരോഗ്യമുണ്ടാകുക. കാരണം അവ്വലുമായ ഹാസബ്, ആദ്യമായി ചോദിക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് 5 കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാതെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് അവന് ഒരു കാലടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നതല്ല. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് അലം നുസഹ്ഹി ജിസ്മക്, നിന്റെ ശരീരത്തിന് ഞാൻ സിഹ്ഹത്ത് നൽകിയില്ലേ, ആഫിയത്ത് നൽകിയില്ലേ, നല്ല കാഴ്ചാശക്തി, നല്ല കേൾവി ശക്തി, ചലിക്കാനുള്ള ചലനശക്തി, ഇന്ദ്രിയങ്ങൾക്കുള്ള അതിൻ്റെതായ ശക്തി, മസ്തിഷ്കത്തിനുള്ള ശക്തി, ഇതൊക്കെ ഞാൻ നൽകിയില്ലേ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഈ സിഹ്ഹത്തിനെ, ആഫിയത്തിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അതും ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് മനുഷ്യരായ നമ്മുടെ കടമയാണ്.
കുലു, അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, മിമ്മാ ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഭക്ഷിക്കുക, ഹലാലായതിനെ ഭക്ഷിക്കുക. ശേഷം പറഞ്ഞു ത്വയ്യിബായതിനെ കൂടി ഭക്ഷിക്കുക. അള്ളാഹ്ക്ക് ഇത്രമാത്രം പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ, ഹലാല് മാത്രം നിങ്ങൾ ഭക്ഷിച്ചാൽ മതി. ത്വയ്യിബും കൂടി പറഞ്ഞു. മുഫസ്സിരിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ത്വയ്യിബ് എന്താണ്. സഹോദരന്മാരെ, ത്വയ്യിബിന്റെ വിഷയത്തിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഏറ്റവും മുന്തിയ ഇനം ഭക്ഷണം. അള്ളാഹു വിശാലത നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ ഭക്ഷണത്തിനും വിശാലത കാണിച്ചു കൊള്ളട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് ആരോഗ്യം സംരക്ഷിക്കാനുള്ള വിശാലത നൽകിയിട്ടുണ്ടെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്ന വിഷയത്തിൽ അവൻ വിശാലത കാണിച്ചു കൊള്ളട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചു കൊള്ളട്ടെ. വേറെ ചില ആൾക്കാർ പറഞ്ഞു ത്വയ്യിബ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഭക്ഷണത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തിന് ഒരു കോട്ടവും വരാൻ പാടില്ല. ആ ഭക്ഷണത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തിന് ഒരു കോട്ടവും വരാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ഉലഹിയത്തിന്റെ ഇറച്ചി ഏറ്റവും നല്ല ഹലാലായ ഭക്ഷണമാണ്, ഏറ്റവും ത്വയ്യിബാണ്. പക്ഷെ പല രോഗങ്ങളുള്ള ആൾക്കാർക്ക് അവരെ ചികിത്സിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഇത്ര ദിവസം ഈ ഭക്ഷണം നിങ്ങൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഭക്ഷിക്കരുത്, ഈ ഭക്ഷണം നിങ്ങൾ ഭുജിക്കരുത്. ആ സമയത്ത് ആ വ്യക്തിക്ക് ആ ഭക്ഷണം ഹലാലാണ്, പക്ഷെ എന്തല്ല, ത്വയ്യിബല്ല. അയാളുടെ ആരോഗ്യത്തിന് അത് ഒരു പക്ഷേ ക്ഷതമേൽപ്പിച്ചേക്കാം, ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, ഹലാൽ എപ്രകാരം കഴിക്കുവാൻ അള്ളാഹു പറഞ്ഞു അതേ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ത്വയ്യിബായതും നിങ്ങൾ കഴിക്കണം. അതുകൊണ്ട് ആരോഗ്യത്തിന് ക്ഷതം വരുന്നൊന്നും കഴിക്കാൻ പാടില്ല. ഈ രീതിയിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട് കുലൂ വഷ്റബു, നിങ്ങൾ കുടിച്ചോ തിന്നോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഹനിയൻ, നിങ്ങൾ എത്ര വേണമെങ്കിലും കുടിച്ചോ. സഹോദരന്മാരെ, വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് ചെയ്യാൻ പാടില്ല, ഒന്നും അതിരി ലംഘിക്കാൻ പാടില്ല. എത്രയാണോ കഴിക്കാൻ പറഞ്ഞത് അത്ര കഴിച്ചോ. അതിനുശേഷം ഒരു ഹദീസിന്റെ ആശയത്തിൽ കാണാം, ആ ഹദീസിനെ കുറിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ ഭക്ഷണം ഉപേക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം എന്നുള്ളത് നിറഞ്ഞ വയറുകളാണ്. ആ വയറിലേക്ക് മോശമായ പല രോഗങ്ങളുടെയും മനുഷ്യൻ ആരോഗ്യപരമായി നേരിടുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും മുഖ്യ വിഷയം എന്നുള്ളത് പല ആൾക്കാരും ഇന്ന് പല സ്ഥലത്ത് പോയാലും നമ്മളോട് പറയുന്നതാണ്, ഇന്നത് ഭക്ഷിക്കല്ലേ, ഇന്നത് ഇതാക്കല്ലേ, ഇന്നത് ചെയ്യല്ലേ. സഹോദരന്മാർ, ഇത് സുന്നത്ത് പറയുന്ന രീതിയിലാണ് നമ്മൾ ഭക്ഷിച്ചിരുന്നെങ്കിൽ, ഖുർആനിൽ പറയുന്ന രീതിയിലാണ് നമ്മൾക്ക് നമ്മുടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളും സംവിധാനങ്ങളും നമ്മൾ തയ്യാറാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ആ വാചകങ്ങൾ കേൾക്കേണ്ടി വരികയില്ലായിരുന്നു. ഒരിക്കലും നമ്മൾ ആ വാചകങ്ങൾ കേൾക്കേണ്ട ഒരു അവസ്ഥ അത് വരില്ലായിരുന്നു. തീർച്ച. കാരണം ഒരു മനുഷ്യന് വേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. അത് അവന്റെ വ്യക്തിപരമായതും ആരോഗ്യപരമായതുമാണെങ്കിലും ശരി, അവന്റെ തർബിയത്ത് പരമായ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ശരി, എല്ലാം ഖുർആനുണ്ട്. ഖുർആൻ അല്ലാഹു വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ് കുലു വഷ്റബു, നിങ്ങൾ തിന്നോ കുടിച്ചോ, വലാ തുസ്രിഫു, എന്നാലും അതിരി ലംഘിച്ച് ഒന്നും ചെയ്യരുത്. ആവശ്യം എത്രയാണോ അടുത്ത് കഴിക്കുക, അതിനുശേഷം നിർത്തിയാക്കുക. നമ്മുടെ ഇന്നത്തെ അവസ്ഥയാണ്, ഒരു ഭക്ഷണം കഴിച്ചു, അതിനുശേഷം സഹോദരന്മാരെ അതിന്റെ ആ ഒരു വയർ നിറഞ്ഞിട്ടാണ് ആ ഭക്ഷണം നമ്മൾ മതിയാക്കിയത്. ശേഷം വേറെന്തെങ്കിലും ഒരു വസ്തു, മധുര പലഹാരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി, അപ്പൊ അതും കഴിച്ചു, അതിനുശേഷം വേറെന്തെങ്കിലും ഒരു വസ്തു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് ഖുർആൻ പറയുകയാണ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, ഹലാലായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ ത്വയ്യിബായിരിക്കണം, ശരീരത്തിനും മനസ്സിനും ഏറ്റവും ആരോഗ്യം നൽകുന്നതായിരിക്കണം. ശരീരത്തിന്റെ ആരോഗ്യം തകർക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം തകരുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളായിരിക്കാം ഒരു പക്ഷെ അവനെ മരണത്തിലേക്ക് എത്തിക്കുന്നത്. അതാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത്രയും പ്രാധാന്യം ഇസ്ലാം നൽകിയത്. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സഹോദരന്മാരെ മനസ്സിന്റെ ആരോഗ്യം എന്നുള്ളത്. മനുഷ്യന്റെ മനസ്സുകൾ വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങും. മനുഷ്യന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ അവന്റെ അവയവങ്ങളിൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങും. അവയവങ്ങൾ സഹോദരന്മാരെ തളരും. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ആദ്യമായി തന്നെ പറഞ്ഞ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്, വലാ തുൽഖൂ ബിഐദീകും ബിലത്തഹ്ലുക, നിങ്ങളുടെ സ്വന്തത്തെ, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടല്ലേ. വലാ തഖ്തുലൂ അൻഫുസകും,
നിങ്ങളുടെ സ്വശരീരത്തെ നിങ്ങൾ കൊന്നുകളയല്ലേ. വേറെ എടുത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖുദൂ ഹിസ്റക്കും, നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമായ ചികിത്സ, നിങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യം ഉണ്ടാക്കുന്ന വസ്തുക്കൾ അതൊക്കെ നിങ്ങൾ തന്നെ തേടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്. രോഗം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദ്ഉ ഇബാദല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം? രോഗം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചികിത്സ തേടണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞ കാര്യമാണ്, സുന്നത്തിൽപ്പെട്ടതാണ്. അത് ശിർക്കല്ലേ, മറ്റതല്ലേ, മറിച്ചതല്ലേ? സഹോദരന്മാരെ, വസ്തുക്കളിൽ യഖീൻ വെക്കലാണ് ശിർക്ക്. ഇന്ന വസ്തു കഴിച്ചത് കൊണ്ട് എന്റെ രോഗം മാറി എന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. അല്ലാതെ ചികിത്സ എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സുന്നത്താണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞത്, ഇബാദല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ ചികിത്സ തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പൊരുൾ സഹോദരന്മാരെ അത് ഏറ്റവും വലിയ അർത്ഥമുള്ളതാണ്. അലാ ഉനബ്ബിഉകും ബിഖിയാരികും ഖിയാറുകും അത്വലുകും അഅമാറൻ വഅഹ്സനുകും അഅമാല. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി അമലുകൾ ചെയ്യണമെങ്കിൽ, ഏറ്റവും നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നതായ, ഖുർആനിൽ വന്നതായ കാരണം അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, അലാ, നിങ്ങൾ അറിയണം, നിങ്ങൾ വ്യത്യസ്തമായ മേഖലകളിലുള്ള ആൾക്കാരാണ്. എവിടെയൊക്കെയോ നിങ്ങൾ ഏതൊക്കെ രാജ്യത്ത് ചികിത്സക്ക് വേണ്ടി പോയാലും ശരി, ദിക്റില്ല, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം അല്ലാഹു വെച്ചിരിക്കുന്നത്. തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾ അറിയണം, അലാ എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ഉണർത്തുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അലാ. എവിടെയൊക്കെയോ മറഞ്ഞുപോയി, അല്ലെങ്കിൽ സഹോദരന്മാർ ഏതൊക്കെയോ ചിന്തകളിൽ മയങ്ങിപ്പോയിരിക്കുന്ന നമ്മളെ അല്ലാഹു വിളിച്ചുണർത്തി പറയുകയാണ്, നീ എങ്ങോട്ടൊക്കെ നെട്ടോടം ഓടിയാലും ശരി, നീ സമ്പത്തിന്റെ പിന്നാലെ പോയാലും ശരി, അധികാരത്തിന്റെ പിന്നാലെ പോയാലും ശരി, വസ്തുക്കളുടെ പിന്നാലെ പോയാലും ശരി, എന്നാൽ ഞാൻ നിന്നോട് പറയുകയാണ്, നീ ഒന്ന് ഉണര്, വിധിക്കില്ല. നിന്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നതിലൂടെ കൂടി മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനമുള്ളത്. സഹോദരന്മാരെ, ബാഹ്യമായി കാണുമ്പോൾ ഒരു പള്ളി, അല്ലെങ്കിൽ അതിനകത്ത് ഓതുന്ന 4 ആൾക്കാർ, അല്ലെങ്കിൽ അതിനകത്ത് നിസ്കരിക്കുന്ന 10 ആൾക്കാർ, അല്ലെങ്കിൽ സുബഹിക്ക് എഴുന്നേറ്റ് വരുന്ന പാവമായ വൃദ്ധയായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ വൃദ്ധയായ ഒരു സ്ത്രീ, ഇങ്ങനെയൊക്കെയാണ് ബാഹ്യമായ കണ്ടുകൊണ്ട് കാണുന്നത്. പക്ഷെ ഇതിനകത്തേക്ക് വരുമ്പോൾ, ഇതിനകത്ത് വന്ന് 5 വക്ത് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ആ മനുഷ്യന് പറഞ്ഞു തരും അതിന്റെ സമാധാനം, ആ മനുഷ്യന് പറഞ്ഞു തരും ഖുർആൻ ഓതുന്നതിന്റെ രസം. ആ മനുഷ്യനോട് ചോദിക്ക്, എന്നാൽ ആ മനുഷ്യൻ വ്യക്തമാക്കി തരും തഹജ്ജുദിന്റെ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടി പൊട്ടി കരയുമ്പോഴുള്ള ഹൃദയത്തിന് കിട്ടുന്ന ആ സമാധാനമുണ്ടല്ലോ സഹോദരന്മാർ, അത് പറഞ്ഞറിയിക്കുന്നതിലപ്പുറം അത് അനുഭവിച്ചറിയേണ്ട ഓരോ വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്ർ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. അള്ളാഹുവിന്റെ ദിക്റിലൂടെ കൂടി മാത്രമാണ് സമാധാനമുള്ളത്. അടിയുറച്ച തൗഹീദ് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് മനുഷ്യന്റെ മനസ്സുകൾ തളർച്ച സംഭവിക്കാതെ എപ്പോഴും ഉന്മേഷത്തോടു കൂടിയും എപ്പോഴും സഹോദരന്മാർ അതിന്റെ പൂർണ്ണാരോഗ്യത്തോടുകൂടിയും ഉണ്ടാവുകയുള്ളൂ. കാരണം അള്ളാഹു പറയുന്നുണ്ട്, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫിൽ അർളി ഇല്ലാ ഫീ അൻഫുസികും وما أصابكم من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നീ മരണത്തെ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരു പ്രയാസം വരുമ്പോഴാണ് നീ എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്നാൽ നിന്നോട് ഞാൻ വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം, വമാ അസാബകും മിൻ മുസീബ, ദുനിയാവിന്റെ പല കോണുകളിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ, അവിടെ സംഭവിക്കുന്ന മുസീബത്തുകൾ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു അന്നേ എഴുതി കഴിഞ്ഞതാണ്, അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. ഇന്ന ഫീ ദാലിക അലല്ലാഹി യസീർ, അതിൽ മാറ്റം സംഭവിപ്പിക്കുക എന്നുള്ളതും അള്ളാഹുവിന് എളുപ്പമായ കാര്യമാണ്. ഈ കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, നിനക്ക് ഈ കാര്യം അള്ളാഹുവിന്റെ കിതാബിൽ എല്ലാം ഉണ്ട് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നത്, ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. ഈ കാര്യം ഒരു മുഅ്മിൻ മനസ്സിലാക്കിയാൽ സഹോദരന്മാർ എല്ലാ പ്രശ്നങ്ങളും കഴിയും. നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലികൈലാ തഅസൗ അലാ മാ ഫാതകും, അങ്ങേയറ്റം നീ വിഷമിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
സഹോദരന്മാരെ, വലാ തഫ്റഹു ബിമാ ആതാകും, നിനക്കെന്തെങ്കിലും അധികമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിനക്കെന്തെങ്കിലും വിശാലത കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നീ സന്തോഷിക്കാൻ, അമിതമായി സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും അള്ളാഹുവിനെ മതിമറന്ന കളി കളിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാം വ്യക്തമായ കിതാബിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മനുഷ്യന്റെ മനസ്സുകൾ എപ്പോഴും നല്ല നിലയിൽ, എപ്പോഴും ഏറ്റവും പൂർണ്ണാരോഗ്യത്തോടു കൂടി ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക എന്നുള്ളൊരു ഒരേ ഒരു പോംവഴിയാണ് അവന്റെ മുമ്പിലുള്ളത്. അതിൽ വിള്ളലുള്ളിടത്തോളം കാലം സഹോദരന്മാരെ, ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ ശൈത്താൻ അതിനെ വലുതാക്കി കാണിക്കും. അതിന്റെ പേരിൽ കുറെ വിഷമമായി, ആ വിഷമത്തിന്റെ പേരിൽ കുറെ ആൾക്കാരോട് ദേഷ്യപ്പെട്ട്, ആ ദേഷ്യത്തിന്റെ പേരിൽ പല നഷ്ടങ്ങളും സംഭവിച്ച്, ആ നഷ്ടങ്ങളുടെ പേരിൽ അവസാനം മുഅ്മിനോ മുഅ്മിനല്ലാത്തയോ രീതിയിൽ നമസ്കരിച്ചോ ഇല്ലയോ അറിയുന്നില്ല, സദഖ കൊടുത്തോ ഇല്ലയോ അറിയുന്നില്ല, ഖുർആൻ ഓതിയോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, ആ രീതിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നത് ഈ ഹൃദയത്തിന്റെ ചെറിയ പ്രശ്നം വലിയ പ്രശ്നമായി തീരുമ്പോഴാണ്. അതിനുള്ള പരിഹാരം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. സദാസമയവും അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ച് അള്ളാഹുവിന്റെ ദിക്റിലായി കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ, പാഴ്ചകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം നന്മയായ ജീവിതം നയിക്കുവാൻ അല്ലാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത ജീവിതം നയിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സബ്ർ, ശുക്ർ, ദിക്ർ, ഫിക്ർ, സഹാബാക്കളുടെ ഉയർന്ന സിഫത്തുകൾ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധി മേഖലകളിലും അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടം അല്ലാഹു വീട്ടിൽ കൊടുക്കുമാറാകട്ടെ. ബുദ്ധിമുട്ട് പ്രയാസം സഹിക്കുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. പ്രായമെത്തിയിട്ടും കല്യാണം കഴിക്കാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അന്യോജ്യരായ വധുവരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ലോകത്തും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കൂട്ടരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ അവയവങ്ങൾക്കും മനസ്സിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. ദീർഘായുസ്സിനോടൊപ്പം അല്ലാഹുവിനെ അമൽ ചെയ്ത്, അല്ലാഹുവിനെ ഇതാഅത്ത് ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ മത്തിഅനാ അല്ലാഹുമ്മ ബി അബ്സാരിനാ وأسماعنا وقواتنا أبدا ما أحييتنا واجعله الوارث منا. اللهم ربنا رب ارحمهما كما ربياني صغيرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.